നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കള്ളക്കടലിനും സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് ഇന്ന് ഒരിടത്തും മഴ മുന്നറിയിപ്പില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യതയുള്ളത്. ഇടിമിന്നൽ അപകടകാരികളായതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. നിർത്തിയിട്ട ലോറി പിന്നോട്ടുരുണ്ടു, ഡ്രൈവർക്ക് ദാരുണാന്ത്യം. കോട്ടയം മണർക്കാട് നിർത്തിയിട്ട ലോറി പിന്നോട്ടുരുണ്ട്, ഡ്രൈവർക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം സ്വദേശി ചന്ദ്രദാസാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ചായ കുടിക്കാനായി ലോറി നിർത്തിയിട്ട ശേഷം പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അപകടം നടന്നത്. ലോറി പെട്ടെന്ന് പിന്നോട്ടുരുണ്ട് ചന്ദ്രദാസിന്റെ ദേഹത്തുകൂടി കയറി ഇറങ്ങുകയായിരുന്നു. G7 ഉച്ചകോടി. നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിയിലേക്ക്. 50ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇറ്റലിക്ക് തിരിക്കും. 13 മുതൽ 15 വരെയാണ് സമ്മേളനം. 3ാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യ വിദേശ പരിപാടിയാണിത്. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, കാനഡ എന്നിവയാണ് G7 അംഗരാജ്യങ്ങളിലെങ്കിലും പ്രധാന സമ്മേളനങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ക്ഷണിക്കാറുണ്ട്. 11ാം തവണയാണ് ഇന്ത്യ G7 സമ്മേളനത്തിന്റെ ഭാഗമാകുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ 4 ഉച്ചകോടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം, യുക്രൈൻ, AI തുടങ്ങിയ വിഷയങ്ങളാണ് ഇത്തവണ ഉച്ചകോടിയിലെത്തുക. കണ്ണൂരിൽ CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു, പിന്നിൽ RSS. കണ്ണൂർ പാറാലിൽ CPM പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ആക്രമണത്തിൽ 2 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റു. തൊട്ടാളിൽ സുജനേഷ്, ചിരണക്കണ്ടി സുബിൻ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രിയാണ് ഇവർക്ക് വെട്ടേറ്റത്. പിന്നിൽ RSS ആണെന്നാണ് CPM ആരോപിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നും ചാടി നടൻ ജോജു ജോർജിന് പരിക്ക്. പോണ്ടിച്ചേരിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജോജു ജോർജിന് പരിക്ക്. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടെ വീഴുകയായിരുന്നു. മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പരിക്കേറ്റത്. നടന്റെ കാൽപാദത്തിന്റെ എല്ലിന് പൊട്ടലുണ്ട്. കമലഹാസനും നാസറിനുമൊപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ചാടിയിറങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. മലയാളി താരം ഐശ്വര്യലക്ഷ്മിയും തഗ് ലൈഫിന്റെ ഭാഗമാണ്. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിക്കുന്നത്.